പറഞ്ഞിട്ടുള്ളതാണ്. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു വീട്ടിനകത്ത് കയറി, ഒരു മുറിക്കകത്ത് കയറി, മുറി കൂട്ടി തനിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. തനിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ പ്രാർത്ഥന മത്തയിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന് അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിനകത്ത് കയറി, മുറിക്കകത്ത് കയറി, മുറി പൂട്ടിയിട്ട് വളരെ തനിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഉപയോഗിച്ചു. പക്ഷെ കർത്താവ് അത് പറയാൻ കാരണം, പ്രാർത്ഥന എന്ന് പറയുന്നത് പുറമേ ഉള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല. അതാണ് അതിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. പലരും പുറത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ കാണിക്കും, വ്യക്തിപരമായിട്ട് അവർക്ക് ദൈവമായിട്ടുള്ള ബന്ധമില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, തന്നെ അനുഗമിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വ്യക്തിപരമായിട്ട് അവർക്ക് ദൈവത്തോടുള്ള ആ കൂട്ടായ്മ ഏർപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, തനിച്ചുള്ള പ്രാർത്ഥന വളരെ പ്രാധാന്യപ്പെട്ടതാണ്, ദൈവം ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അതോടൊപ്പം അങ്ങനെ പറയുന്ന അതേ യേശു തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പൊ സഭ എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധാനത്തിൽ വന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് സഭ എന്ന് പറയുന്നത്. വിളിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. നമ്മളെല്ലാം ജീവിതത്തിൽ എന്നാ പണിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, അറ്റ്ലീസ്റ്റ് ഇവിടെ മിക്കവാറുമുള്ള ആൾക്കാർ അവർക്കായിട്ടുള്ള ഒരു വീട് പണിയാണ്, അല്ലേ? യേശു ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ് മനുഷ്യനായിട്ട് ലോകത്തിൽ വന്നു. പക്ഷേ താൻ വേറെ ഒന്നും പണിയിട്ടില്ല, പണിയാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പണിയാൻ സാധിക്കാത്തതുകൊണ്ടല്ല. ഒരു വാക്കുകൊണ്ട് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് വേണ്ടിയിട്ടല്ല, ഒരു സഭ. ഞാൻ എന്റെ സഭയെ പണിയും.
കർത്താവിനും ആഗ്രഹം തനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീടോ വേറെ ഏത് കാര്യമോ മാളികയോ അല്ലെങ്കിൽ വലിയ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഒന്നും അല്ല പറയുന്നത്. എനിക്ക് പണിയാൻ ഒറ്റ കാര്യമേ ആഗ്രഹമുള്ളൂ, സ്ഥലം. നമ്മളോട് ആരോടും പറഞ്ഞ് പലരും പറയും ജീവിതത്തിൽ ഒരു ആഗ്രഹമേ ഉള്ളൂ സാറേ, ഒരു 2 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടും, അതുണ്ടെങ്കിൽ പലർക്കും തൃപ്തിയാണ്. വീട് പണിയാൻ ആഗ്രഹിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല, നമ്മുടെ ആവശ്യമാണ് അല്ലെ, നമ്മൾ താമസിക്കാനായിട്ട് ഒരു ആവശ്യമാണ് പലർക്കും ഉണ്ട്, പലർക്ക് ഇപ്പോഴില്ലായിരിക്കും. ദൈവം നല്ലൊരു വിശ്വസിക്കാം. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പൊ ദൈവം ഒന്ന് പറയാൻ കാര്യം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തനിച്ച് ഒരു മുറിക്കകത്ത് പോയി കഥ കൂട്ടി തനിച്ച് എന്നോട് പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ ദൈവമായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ, അതാണ് ദൈവം കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതേ ദൈവം തന്നെ അതേ യേശു തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പൊ വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഗുണങ്ങളുണ്ട്, ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പൊ ദൈവം ഇത് രണ്ടും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന് ആ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇതിലൂടെ ഇരിക്കുന്ന ആർക്കും ഒരാൾക്ക് വന്ന് താമസിക്കാനുള്ള ഒരു കട്ടണമോ ഒരു സൗകര്യമോ അല്ല. ഇത് ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള ഒരു സഭയും കൂടിയാണ് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് 2 ഉത്തരവാദിത്തമുണ്ട്. ഒന്ന്, അടയാളങ്ങളും അത്ഭുതങ്ങളും 1-ാം നൂറ്റാണ്ടും ഈ 21-ാം നൂറ്റാണ്ടുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, സഭയിൽ വലിയ ക്ഷാമം. ലോകത്തിൽ ഏത് ഭരണകർത്താക്കൾ, എവിടെ ആകട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ, ആർക്കാണ്, അവർക്ക് വേണമെങ്കിൽ ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാം. അത്രയും അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യനായിരിക്കുന്നതുകൊണ്ട് അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ആഹാരം കൊടുക്കാം, അല്ലെങ്കിൽ താമസിക്കാനുള്ള വീട് കൊടുക്കാം, വാഹന സൗകര്യങ്ങൾ കൊടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഉള്ളതായ ഒരു സമാധാനം, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു സമാധാനം, കുടുംബത്തിൽ ഒരു സമാധാനം. പലപ്പോഴും ഇതെല്ലാം നന്മകൾ വരുന്നതോടൊപ്പം പലവിധമായിട്ടുള്ള പ്രയാസമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. പല ചെറുപ്പക്കാർ കംപ്ലീറ്റ് ഇത് എന്നാ പറയുന്നത് വഴിതെറ്റി പോകുന്നു. കുടുംബങ്ങളിലേക്ക് സമാധാനമില്ല, വ്യക്തികളിലേക്ക് സമാധാനമില്ല. ഇതെല്ലാം നൽകാനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് വേറെ ആർക്കും തരാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. ദൈവം തരുന്നത് നമ്മിൽ കൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് ഒരു സഭയുടെ ഒരു പ്രത്യേകത. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് കൂടി വരുന്നതിന് വേണ്ടി മാത്രമല്ല സഭ, നമ്മിൽ നിന്ന് വരുന്ന നന്മകൾ മറ്റവർക്കും പകരണം. അതുകൊണ്ടാണ് ഈ ഏലിശ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ആദ്യമേ തന്നെ ഈ ട്രൈബൽ മിഷൻ പ്രയർ ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഇതേ സമയം നമ്മുടെ ഈ സമീപ പ്രദേശത്തായി ഒരു തയ്യൽ ക്ലാസ് ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു. അത് വളരെയേറെ വിജയമായിരുന്നു. എന്റെ വാർഡിലെ ഒരുപാട് പെൺകുട്ടികൾക്ക് അത് ഒരു തൊഴിൽ പഠിക്കുവാൻ ഇടയായി. ആ ക്ലാസ് ഇങ്ങോട്ട് മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രയർ ഹാൾ ഏറ്റവും അത്യാവശ്യമായിരുന്നു. ഇപ്പോൾ വളർന്നു വരുന്ന യുവാക്കളെല്ലാം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാവുകയാണ്. നമ്മുടെ ഈ കുണ്ടാളക്കുടി ഭാഗത്തൊക്കെ ഒരുപാട് പേര് അങ്ങനെ മദ്യപിച്ചുകൊണ്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടും വീടുകളിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതിന് വേണ്ടി പലപ്പോഴും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കേന്ദ്രം ഉണ്ടെങ്കിൽ ദൂരെ സ്ഥലങ്ങളിലൊക്കെയാണ് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവർക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു സൗകര്യമായി ഇത്രയും അടുത്തുള്ള ഗ്രാമസഭകളെല്ലാം നടന്ന് ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുവാൻ പറ്റി. ഞങ്ങൾക്ക് അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആകെ വിഷമത്തിലാണ്. 13 ദിവസമായി രാവിലെ ഇറങ്ങി രാത്രിയാണ് ഞങ്ങൾ വീട്ടിൽ കയറുന്നത് നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ 30-ാം തീയതിയാണ് ഇലക്ഷൻ. എന്നെ ഇങ്ങനെ നിരന്തരം വാർഡുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വാർഡിലും മാറി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സമയം പ്രസിഡന്റ്
വാക്കുകളിലൂടെ അഭിസ്തുതിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ആലയത്തിന്റെ സമർപ്പണത്തോടുള്ള ബന്ധത്തിൽ അടിയൻ കടന്നു വന്ന് ഇതിൽ ഭാഗമാകുവാൻ, ഈ നല്ല അന്തരീക്ഷത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചത് സ്തോത്രം. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശിഷ്ടാതിഥികൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനങ്ങളെ പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 സന്ദേശങ്ങൾ കർത്താവിന്റെ ദാസൻ പ്രിയ ഡോക്ടർ തോമസ് ഡേവിഡിലൂടെ, മിഷന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ മൊബീസിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ ഇടകൂട്ടായ്മകളോട് ചേർത്താൽ ഒരാഴ്ച ഒരു ആരാധനാലയം തുറന്നിരിക്കുന്നത് പൗർണിഷിന്റെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ KC ജോണിനോട് ഏതോ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങളുടെ വ്യൂവേഴ്സ് ഇങ്ങനെ കൂടി വരുന്നതിന്റെ കാരണം നിങ്ങൾ ചെയ്യും. അപ്പോൾ KC ജോൺ പറഞ്ഞു, ഞങ്ങൾ പാട്ട് പാടും, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ പ്രസംഗിക്കും. ചിലപ്പോൾ അതിന്റെ ഒരു ഓർഡർ തരും. ഞങ്ങൾ പ്രസംഗിച്ചതിന്റെ ഇടയ്ക്ക് പാടും, പിന്നെ പ്രാർത്ഥിക്കും. ചിലപ്പോ പാടിയതിനു ശേഷം പ്രാർത്ഥിക്കും. പക്ഷെ ഇത് 3 അന്ന് ഇവിടെ നടക്കണം. ആരാധിക്കണം, പ്രാർത്ഥിക്കണം, മെസ്സേജ് വിടണം, പ്രസംഗിക്കണം. അങ്ങനെയെങ്കിൽ വളരെ മനോഹരമായ ഈ ആദ്യം மக்கள் நம்ம சோதரர்கள் டிரைவர் மிஷின் பார்ட்னர் இருக்காங்க. டிரைவர் மிஷின் கவர் பண்ணாங்க. எல்லாரும் வர முடியல. அதனால അവരുടെ കഷ്ടതയിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ സർവശക്തനാകുന്ന ദൈവത്തിന്റെ നിയോഗപ്രകാരം ഗംഭീരമായ ഒരു പ്രസ്ഥാനമാണ് 1970 സംഘടന ആരും കടന്നിട്ടില്ലാത്ത നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺപാൽ തരണമേ. Amen.
തോന്നിയതിനോട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. അഡ്മിഷന്റെ ഓഫീസിലാക്കിയത് ആവണം. ഇരുപത് PFS-മാണ്. ഇവിടെ വരുവാൻ ഉറപ്പായിരിക്കാൻ സാഹചര്യം ദൈവം തന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേരളത്തിന്റെ തെക്കേ ജില്ലയിൽ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞ വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞ വീഴാതെ, താങ്ങി നടത്തിയ നോക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയ നോക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. പാപിയമെന്നെ നേടുവരേശം കാൽവരിയെ തന്നേ. പാപിയമെന്നെ നേടുവരേശം കാൽവരിയിൽ തന്നേ. ജീവൻ നൽകിയ നോക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയ നോക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. സപ്പോർട്ട് നമ്മുടെ ഡ്രൈവിഷനെ രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് കഴിഞ്ഞ ചില വർഷങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 20 ബാച്ചോളം കയറി ക്ലാസുകൾ പല സെന്ററുകളിൽ നടത്തുവാൻ രാജ്യം ചെയ്യിക്കാൻ കർത്താവ് ALFP കൂടി കൃപ ചെയ്തു. ആനപ്പാറ മനോഹരമായ നേഴ്സറി സ്കൂള് ALFPന്റെ ഫുൾ സ്പോൺസർഷിപ്പില് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം 33ഓളം കുട്ടികൾ ഈ വർഷം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥലത്ത് ഈ കണ്ണങ്കോട് പ്രദേശത്ത് നമ്മൾ 2 ബാച്ചുകളായിട്ട് ടൈലറിംഗ് കോഴ്സ് നടത്തപ്പെട്ടു. ഇതിന്റെ സെക്കൻഡ് ബാച്ചിന്റെ ഗ്രാജുവേഷൻ ആണ്. ഇത്ര നല്ല നിലയിൽ ഇത്രയും ഓഡിയൻസിൽ ഇത്ര ചീഫ് ഗസ്റ്റിന്റെ മധ്യത്തിൽ നടത്തുവാൻ നിങ്ങളുടെ ദൈവം നമുക്ക് അവസരം നൽകിയത്. കടന്നുവന്നിരിക്കുന്നതായ പ്രസിഡന്റിൽ കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹാവന്ദനത്തെ അറിയിക്കട്ടെ.
കുവൈറ്റിലെ ലൈഫ് ഫെലോഷിപ്പിന്റെ ഒരു പ്രവർത്തനം എന്ന നിലയിൽ അടിയങ്ങൾക്കും ഇവിടെ കടന്നു വരുവാനും കേരള മിഷന്റെ പ്രവർത്തനങ്ങളെ കൂടുതലായിട്ട് മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുവാനും അതുപോലെ പ്രാദേശികമായിട്ട് ഉന്നമനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഭവപ്പെട്ടത്. നമ്മൾക്ക് കേരളത്തിൽ ഇത്രയും ഡെവലപ്മെന്റ് വരാൻ കാരണം ഇതുപോലുള്ള ഡ്രൈവിംഗ് മിഷന്റെയും മിഷനറിമാരുടെയും രാവിളത്തോളമുള്ള അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ മറന്നു പോകുന്നത്. ഇതുപോലെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഓരോരുത്തരും കൈത്താങ്ങലും പ്രാർത്ഥനയും ആവശ്യമുണ്ട്. എന്റെ ഒരു വാക്കുകൾ ചുരുക്കുന്നു. മാത്രമല്ല ഇതിന്റെ പണി ആരംഭിച്ചത് ജനുവരി 26-ാം തീയതിയാണ്. ഡോക്ടർ മുരളി തിരുമല ഫെലോഷിപ്പ് അദ്ദേഹത്തിന്റെ ആ വലിയ വിശാലത ഓർത്താൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിലും കൂടിയ വിലയ്ക്ക് ഇത് പലർക്കും കൊടുക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം നമുക്ക് തന്നെ തരുവാൻ അദ്ദേഹം സോമനസ് കാണിച്ചു. അങ്ങനെ ഒരു ദൈവത്തിന്റെ അത്ഭുത കരം. മാത്രമല്ല ഇത് പല പ്രാവശ്യവും ഞങ്ങളെ തുടങ്ങിക്കഴിഞ്ഞു. Thank you.